മാഹിയിൽ നിന്ന് ചെറിയ പൈസയ്ക്ക് മദ്യം വാങ്ങുന്നവർ സൂക്ഷിക്കുക. മാഹിയിൽ നിർമ്മിക്കുന്ന വിദേശ മദ്യം രണ്ടാം നിരയാണ്. ഇത് കുടിക്കുന്നവർ മഞ്ഞപ്പിത്തബാധയ്ക്കും കടുത്ത കരൾ രോഗത്തിനും ഇരയാകുന്നു. മാഹിയിലെ കുടിയന്മാർക്ക് പ്രിയം കേരളത്തിന്റെ മദ്യവുമാണ്. മാലിന്യ സോഡയിൽ നുരയുന്ന മാഹി സെക്കൻഡ്സ് മദ്യം മാരക രോഗങ്ങളുടെ വിഷം ചീറ്റുന്നതായി റിപ്പോർട്ട്. വിലക്കുറവിൽ വിറ്റഴിക്കുന്ന ഇത്തരം നിലവാരം കുറഞ്ഞ മദ്യം പതിവായി ഉപയോഗിക്കുന്ന നിരവധി കുടിയന്മാർ മഞ്ഞപ്പിത്തവും വയറെരിച്ചിലും പിടിപെട്ടതിനെ തുടർന്ന് തലശ്ശേരിയിലെ വിവിധ ആശുപത്രികളിൽ എത്തിയിട്ടുണ്ട്. തുച്ഛവരുമാനക്കാരും മാഹി ബാറുകളിലെ കൊടുംവഞ്ചനകൾ അറിയാത്തവരുമായ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തിയവരിൽ കൂടുതലും. ഇവരിൽ ചിലരാണ് നടുക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത്. $375 മില്ലി അളവിലുള്ള ചില ഇനം മദ്യം 75 രൂപയ്ക്കാണ് മാഹിയിൽ റീറ്റെയിൽ ഷോപ്പുകളിൽ വിൽക്കുന്നത്. ഒരു പെഗ് 10 രൂപയ്ക്കും 12 രൂപയ്ക്കും ലഭിക്കും. മദ്യാസക്തിക്ക് കീഴ്പ്പെട്ട പാവപ്പെട്ട തൊഴിലാളികളിൽ മിക്കവരും ആവശ്യപ്പെടുന്നതും ഈ വിഷവീര്യത്തെയാണ്. 2 പെഗ് ഒരുമിച്ച് അകത്താക്കിയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പേ ഇവർ മയങ്ങി വീഴും. ബോധം തെളിഞ്ഞ് ഉണരുമ്പോഴുണ്ടാവുന്ന ദാഹവും വിറയലും മാറ്റാൻ വീണ്ടും വിലക്കുറവിന്റെ ലഹരി വഴിയിലേക്കാവും ഇവരുടെ തുടർയാത്ര. ഇതാണ് പതിവ് കാഴ്ചകൾ. മദ്യത്തിൽ ചേർക്കുന്ന സോഡയാണ് മറ്റൊരു വില്ലൻ. ബാറുകളിൽ തന്നെ നിർമ്മിക്കുന്ന സോഡയാണ് കൗണ്ടറുകളിൽ എത്തിക്കുന്നത്. സ്വന്തമായി കിണറുകളില്ലാത്ത മിക്ക ബാറുകളിലും സോഡ നിർമ്മാണവുമുണ്ട്. എവിടെ നിന്നുള്ള വെള്ളമാണ് സോഡയ്ക്കായി ഉപയോഗിക്കുന്നതെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. വില കുറഞ്ഞ മദ്യവും മാലിന്യം കലർന്ന സോഡ വെള്ളവും ഒന്നിച്ചകത്താക്കുന്നത് പതിവാക്കിയവരാണ് മഞ്ഞപ്പിത്തവും വയറെരിച്ചൽ അസുഖങ്ങളുമായി ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്നത്. മാഹി മേഖലയിലും തൊട്ടടുത്ത പള്ളൂർ, മൂലക്കടവ്, പന്തക്കൽ ഭാഗങ്ങളിലുമായി 75ഓളം ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടങ്ങളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന അടുത്തെങ്ങും നടന്നതായി ഒരു വിവരവുമില്ല. കുടിച്ചു മദ്യപാനത്തിന്റെ ഇരകളായി മാഹിയിൽ ഓരോ വർഷവും കുറഞ്ഞത് 20 പേരെങ്കിലും മരിച്ചു വീഴുന്നുണ്ടെന്നാണ് ഏകദേശ കണക്ക്. മയ്യഴിപ്പുഴയ്ക്കിപ്പുറം കേരളത്തിലും സമാനമാണ് സ്ഥിതിവിവര കണക്കെങ്കിലും ഇതൊന്നും ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ല. മാഹി മദ്യം സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ആയുസ്സെത്താതെ മരിക്കുന്നു എന്നത് അറിയുന്നവർ തന്നെയാണ് ലഹരി തേടി വീണ്ടും വീണ്ടും ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇത്തരക്കാരെ ലക്ഷ്യമിട്ട് വർഷത്തിൽ 600-700 ലോഡ് മദ്യം മാഹിയിലെത്തുന്നുണ്ട്. ഇതിനു പുറമെയാണ് അമിതലാഭം മോഹിച്ച് സ്വകാര്യ ഡിസ്റ്റിലറിയിൽ കൃത്രിമ ലേബലിട്ട് വാറ്റുന്ന സെക്കൻഡ്സിന്റെയും കുത്തൊഴുക്ക്.